ാണ് ദില്ലിയിലെ ഹോട്ടലിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. 10 മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. സൗത്ത് ദില്ലിയിലെ ഹോട്ടലിലാണ് തീപിടുത്തം ഉണ്ടായത്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, എന്ത് ഹോട്ടലാണ് ഇത്? ഹോട്ടലിൽ എത്ര പേരുണ്ടായിരുന്നു? ഇത്തരം വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? 10 പേർ മരിച്ചിരിക്കുന്നു, കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വിവരം. ആളുകളെ ഇപ്പോഴും ആശുപത്രിയിലേക്ക് മാറ്റുകയാണോ? തീ അണയ്ക്കാനായിട്ടില്ല എന്നാണോ? സ്മൃതി, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രകാരം തീ എന്താണെങ്കിലും നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്നാണ്. 10 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11 പേരെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നാണ് വിവരം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഹോട്ടൽ എന്ന് പറയുന്നത് സൗത്ത് ദില്ലിയിലെ മാളവ്യ നഗറിലാണ്. ഈ ഹോട്ടൽ ലെമൺ ഗ്രീൻ റെസ്റ്റോറന്റ് എന്നാണ് ഇതിന്റെ പേര്. ഇന്ന് രാവിലെ 9 മണിക്ക് ശേഷമാണ് ഇവിടെ തീ പടർന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നീട് പെട്ടെന്ന് തീ ആളിക്കത്തുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. പല ആളുകളും ഈ ഹോട്ടലിന്റെ ചില്ലുകൾ തകർത്തുകൊണ്ട് പുറത്തേക്ക് എടുത്തു ചാടിയൊക്കെ രക്ഷപ്പെടുന്നത് എന്താണെങ്കിലും അത്തരത്തിലുള്ള ദൃശ്യങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നാണ് പരിസരവാസികളടക്കം പറയുന്നത്. നിലവിൽ 11 പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. 10ഓളം വരുന്ന ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് എന്താണെങ്കിലും ഇപ്പോൾ തീ അണച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. പ്രധാനമായും ആദ്യഘട്ടത്തിൽ ബേസ്മെന്റിലാണ് തീ പടർന്നതെന്ന സൂചന പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം എന്താണെങ്കിലും വരേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ഒരു LPG സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണോ ഇപ്പോൾ തീ പടരാൻ കാരണം എന്നൊരു സംശയം എന്താണെങ്കിലും ചില ഉദ്യോഗസ്ഥരെങ്കിലും പങ്കുവെക്കുന്നുണ്ട്. അതല്ല, ഒരുപക്ഷെ തീ പടർന്നതിന് ശേഷം LPG സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണോ എന്ന സംശയവും ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. എന്താണെങ്കിലും 9:37 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്ത് എത്തി എന്നും അതിനു മുമ്പ് വലിയ സ്ഫോടന ശബ്ദം പോലെ, അതായത് ഒരുപക്ഷെ സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാകാം, അത്തരത്തിലൊരു സ്ഫോടന ശബ്ദം കേട്ടു എന്നുമൊക്കെ ചില ആളുകൾ ഇപ്പോൾ പരിസരവാസികളെ ആളുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ആദ്യഘട്ടത്തിൽ 5 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് എത്തിയത്. പിന്നീട് 10ആയി ഉയരുകയാണ് ചെയ്തത് എന്നും വിവരമുണ്ട്. നിലവിൽ 10 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അതിദാരുണമായ സംഭവം, അതായത് തീ പടർന്നാണ് ഇപ്പോൾ 10 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 11 പേരെ പരിക്കുകളോട് രക്ഷപ്പെടുത്തി എന്നും എന്താണെങ്കിലും ഇപ്പോൾ വ്യക്തമാക്കുന്നു. LPG സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് എന്ന് പറയുമ്പോഴും അതിൽ ഔദ്യോഗിക സ്ഥിരീകരണം എന്താണെങ്കിലും വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും ഹോട്ടലാണോ നോബിൾ? ഇത് നഗരമധ്യത്തിൽ തന്നെ ഹോട്ടലാണോ? ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയവരാണോ ഈ അപകടത്തിൽപ്പെട്ടത്? സ്മൃതി, നഗരമധ്യത്തിൽ ഉള്ള ഹോട്ടൽ അല്ല, അല്പം ഉൾപ്രദേശമാണ്. പ്രത്യേകിച്ച് മാളവ്യ നഗരം എന്നൊക്കെ പറയുമ്പോൾ ന്യൂദില്ലിയിൽ നിന്ന് പുറത്താണ്. അല്പം ഏറെക്കുറെ 15 കിലോമീറ്ററോളം ന്യൂദില്ലിയിൽ നിന്ന് തന്നെ യാത്രയുണ്ട്. അത്തരത്തിൽ അല്പം നഗരപ്രദേശത്തിന് പുറത്താണ് ഈ ഹോട്ടലുള്ളത്. പക്ഷേ എങ്കിൽ പോലും ആളുകൾ വന്നു പോകുന്നൊരിടമാണ്, അത്യാവശ്യം ആളുകൾ തിരക്കിലൊക്കെ ഉള്ള സ്ഥലമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ തീ പടർന്നതിന് പിന്നാലെ വലിയ തരത്തിൽ അത് പ്രതിസന്ധി ഉണ്ടാക്കിയാണ് ചെയ്തത് എന്ന് മനസ്സിലാകുന്നു. തീ പെട്ടെന്ന് ആളിക്കത്തുകയും പിന്നീട് ഫയർഫോഴ്സിനൊക്കെ അങ്ങോട്ട് എത്തിപ്പെടാൻ അല്പം പരിമിതികൾ ഉണ്ടായിരുന്നു എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. എന്താണെങ്കിലും തീ വലിയ രീതിയിൽ ആളിക്കത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് കണ്ട് അവിടെ നിന്നും ചാടിയ ഒരു സ്ത്രീ രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വിവരം കൂടി വരുന്നു നോബിൾ. ശരി, അവിടെ തീപിടുത്തത്തിനിടയിൽ തീ പടർന്നു കണ്ട് പെട്ടെന്ന് ഒരു സ്ത്രീ അവിടെ നിന്ന് ചാടിയിരുന്നു. അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. നിരവധി പേരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട്. നഗരമധ്യത്തിലല്ല, കുറച്ച് ഉള്ളിലേക്കാണ്. മാളവ്യ നഗറിലാണ്, സൗത്ത് ദില്ലിയിലാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. രാവിലെ ഭക്ഷണം കഴിക്കാൻ വന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണോ അപകടം എന്നുള്ള സംശയം അവിടെയുണ്ട്. പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. രാവിലെ 9 മണിക്കുണ്ടായ തീപിടുത്തം എന്ന് പറയുമ്പോൾ ഇപ്പോഴും തീ പടരുന്നുവെങ്കിൽ അത്രയ്ക്കും വലിയ തീപിടുത്തമായിരിക്കണമല്ലോ നോബിൾ. സ്മൃതി, വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. കാരണം വലിയ തരത്തിൽ നിരവധി ആളുകൾ ഇതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീ വലിയ രീതിയിൽ ആളിക്കത്തുന്ന സാഹചര്യം ഉണ്ടായി. പിന്നാലെയാണ് ഇപ്പോൾ എന്താണെങ്കിലും ഫയർഫോഴ്സ് എത്തി തീ അണച്ചിരിക്കുന്നത്. ഏറെ പണിപ്പെട്ടാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത് എന്നതാണ് നമുക്ക് വിവരങ്ങൾ എന്താണെങ്കിലും ലഭിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 10 പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ബാക്കി
ആളുകൾ അതിനകത്തുണ്ടോ എന്ന പരിശോധന തുടരുകയും ചെയ്യുന്നു എന്ന് അറിയാൻ കഴിയുന്നു. 11 പേരെ പരിക്കോട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ എന്താണെങ്കിലും വിവരം ഉള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ അതായത് ഇനി കൂടുതൽ ആളുകൾ ഈ ഹോട്ടലിനുള്ളിൽ ഉള്ളതായുള്ള സംശയങ്ങളുണ്ടെങ്കിൽ പോലും അതിൽ മറ്റ് സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. ഉദ്യോഗസ്ഥർ അകത്ത് കയറി പരിശോധന പൂർത്തിയാക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞു എന്നത് എന്താണെങ്കിലും ആശ്വാസകരമാണ്. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം അക്കാര്യങ്ങൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ തീ അടച്ചതിന് ശേഷം ബാക്കി നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കുക എന്നാണ്. പരിക്കേറ്റ ആളുകളെ തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാനും കഴിയുന്നത്. എന്താണെങ്കിലും വലിയ ഒരു തീയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഹോട്ടലിൽ പടർന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിൽ വലിയ തീ പടരുകയും പിന്നീട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും സാഹചര്യമാണ് ഉള്ളത്. ഈ പരിക്കേറ്റ ആളുകളിൽ അത് ടൂറിസ്റ്റുകളാണോ എന്ന കാര്യത്തിലും ഇപ്പോൾ ഒരു വ്യക്തത എന്താണെങ്കിലും വരേണ്ടതുണ്ട്. ഈ പറഞ്ഞ ഹോട്ടലിൽ ഫയർ എക്സിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ സമയത്ത് വർക്ക് ചെയ്ത് അത്തരത്തിൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നു. നിലവിൽ ഇപ്പോൾ എന്താണെങ്കിലും മരണങ്ങൾ 10 എന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ദില്ലിയിലാണെങ്കിൽ സാകേതിൽ കെട്ടിടം തകർന്നു വീണ് 6 പേർക്ക് മരണം സംഭവിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളുടെ അനധികൃത നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ രേഖാ ഗുപ്ത കർശനമായ നിർദ്ദേശം നൽകിയ സമയം കൂടിയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ മാളവ്യ നഗറിൽ ഇത്തരത്തിലൊരു ഹോട്ടലിൽ തീപിടുത്തം ഉണ്ടായത്. എന്താണെങ്കിലും നിലവിൽ 10 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. കൂടുതൽ ആളുകൾ ഉൾപ്പെടാനുള്ള സാധ്യത ഇല്ല എന്ന ചില വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. 11 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. ചില ആളുകൾക്ക് പരിക്കുകളുണ്ട്, അവരുടെ നില ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ എന്താണെങ്കിലും പുറത്തേക്ക് വരുന്നു. നിലവിൽ ഉദ്യോഗസ്ഥർ തീ അണച്ചു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. തീ അണച്ച ശേഷമുള്ള ഈ കെട്ടിടത്തിന്റെ അകത്തുള്ള പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നാണ് വ്യക്തമാകുന്നത്. സ്മൃതി, ശരി, തീ അണച്ചിരിക്കുന്നു. 10 പേർക്ക് ദാരുണമായ മരണം സംഭവിച്ചിരിക്കുകയാണ്. രാവിലെ റെസ്റ്റോറൻറ്റിലുണ്ടായ തീപിടുത്തമാണ്. സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമെന്ന് സംശയിക്കുന്നുണ്ട്. അതിൽ ഒരു സ്ത്രീ അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ടു എന്നടക്കമുള്ള വിവരങ്ങളുണ്ട്. 10 പേർ മരിച്ചിരിക്കുന്നു, 11 പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കുറേയേറെ നേരം തീ അണയ്ക്കാൻ പാടുപെട്ടിരുന്നു, പക്ഷെ ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 9 മണിയോടുകൂടിയാണ് ഫയർഫോഴ്സിന് ഈ തീപിടുത്തത്തിന്റെ വിവരം ലഭിച്ചത്. 10 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇവിടെ തീ അണയ്ക്കാൻ ഓടിയെത്തിയത്. ലെമൺ ഗ്രീൻ റെസ്റ്റോറൻ്റാണ്, മാളവ്യ നഗറിലെ ലെമൺ ഗ്രീൻ റെസ്റ്റോറൻ്റാണ് തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തിനശിച്ചിരിക്കുന്നത്. ഏതായാലും 11 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ ആശ്വാസകരമായ കാര്യം. इससे दिक्कत हो रही है अपनी एम्बुलेंस നോബിളിൽ ഇപ്പോൾ ബാക്കി 11 പേരെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ 11 പേർ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ കുറെ പേരെ ആശുപത്രിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അവർക്കൊക്കെ കാര്യമായി പൊള്ളലേൽക്കാതെ രക്ഷപ്പെടുത്താറായോ? അത്തരം വിവരങ്ങളുണ്ടോ? ഈ പരിക്കേറ്റ പലരുടെയും നിലയിൽ അല്പം ആശങ്കയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം തീ പലർക്കും പൊള്ളലേൽപ്പിച്ചിട്ടുണ്ട് എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. ഇവരെയൊക്കെ തൊട്ടടുത്ത ആശുപത്രികളിലേക്ക് പ്രവേശിപ്പിച്ചു എന്ന് മാത്രമാണ് ഇപ്പോൾ വിവരം എന്താണെങ്കിലും ഉള്ളത്. 11 പേരെ രക്ഷപ്പെടുത്തി എന്നത് ഏറെ ആശ്വാസകരമാണ്. അതല്ലെങ്കിൽ വലിയ വ്യാപ്തി ഇതിനുണ്ടാകും എന്നാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പ്രതികരണം അടക്കം കേൾക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യുന്നത്. ഈ ഹോട്ടലിന്റെ ഫയർ എക്സിറ്റ് അടക്കമുള്ള സംവിധാനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും എന്താണെങ്കിലും ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ ആളുകളെ രക്ഷപ്പെടുത്തിയ ആളുകൾക്ക് ഏറ്റവും ആവശ്യമായ ഏറ്റവും മികച്ച ചികിത്സ നൽകാൻ ഉള്ള ശ്രമങ്ങൾ തുടരുന്നു. അതുവേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. കൂടുതൽ ആളുകളും ശ്വാസം മുട്ടി മരിച്ചു എന്നൊരു വിവരം കൂടി, അതായത് ഈ പറഞ്ഞ പുക അടക്കം ഉയർന്നതിന് പിന്നാലെ ശ്വാസം മുട്ടിയാണ് ആളുകൾ മരിച്ചത് എന്നൊരു ദൃക്സാക്ഷി വിവരണം ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. കാരണം വലിയ തരത്തിൽ പുക പടർന്നിരുന്നു, ആളുകൾക്ക് അതിൽ അകപ്പെട്ടപ്പോൾ അത്തരത്തിൽ ശ്വാസം മുട്ടിയും ആളുകൾ മരിച്ചിട്ടുണ്ട് എന്ന ചില ദൃക്സാക്ഷി മൊഴികൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അതാണെങ്കിൽ അതിലൊക്കെ സ്ഥിരീകരണം വരേണ്ടതാണ്. നിലവിൽ മരണം ഉയർന്നിട്ടുണ്ട് എന്ന ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്. മരണം 20ലേക്ക് ഉയർന്നതായുള്ള സൂചന വരുന്നുണ്ട്, പക്ഷേ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. സ്മൃതി,